ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ എനിക്ക് പനിയാവും. അങ്ങനെ ഒരു പനി ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ പനി മാറി. പനി വലിയ പ്രശ്നമില്ല. പനി മാറി ഒരുവിധം ഓക്കെ ആയ സമയത്താണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കോഫിയല്ല ചായയെല്ലാം കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാവിലത്തെ പരിപാടിയിൽ നിൽക്കുക. ഞാനൊന്നും കുക്കിങ്ങും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കിച്ചൺ വ്ളോഗ്സോ അങ്ങനെയൊന്നും ഇടാത്തത്. ഞാൻ മമ്മിയാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ അടയാണ്, അത് ഗോതമ്പ് അടയാണ്. അങ്ങനെ ഞങ്ങൾക്കത് ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ അതാണ് ഉണ്ടാക്കുന്നത്. പിന്നീട് എല്ലാം രാവിലെ തന്നെ ഉണ്ടാക്കി വയ്ക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും. ലഞ്ച് തന്നെയാണ് വൈകുന്നേരം രാത്രിയത്തേക്ക് ഡിന്നറിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തതാണ്. വീഡിയോ ഫോൺ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തത്. നേരത്തെ ഞാൻ ഇത് കാണിച്ചില്ല. അപ്പം ഡിമ്മായിട്ടല്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ലൈറ്റ് വന്നപ്പോൾ ഞാൻ ആ വീഡിയോ അതൊന്നുകൂടെ ഞാൻ എടുത്ത് കാണിച്ചു തന്നേ ഉള്ളൂ. ഇങ്ങനെ മഴയൊന്നുമില്ല, മഴ വരും മഴ പോകും എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. സത്യത്തിൽ എനിക്ക് മഴ ഇങ്ങനെ അത്ര ഇഷ്ടമൊന്നുമല്ല. അതിനും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഷോർട്സിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ തൂത്ത് ക്ലീൻ ചെയ്ത് തൂക്കുന്ന വീഡിയോ ഒന്നും എനിക്കിടാൻ പറ്റില്ല. അങ്ങനെ തൂത്തതിന് തന്നെ ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമാണ്. ഇനി ഞങ്ങളുടെ പണിയൊന്നുമില്ല. പനി പിടിച്ചപ്പോഴും ഡിപ്രഷനാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്തൊക്കെ എന്തെങ്കിലും എന്തായിരുന്നു ഒരു പനി വരാൻ നമ്മൾ നേർച്ച നേതായിരുന്നു. ഇപ്പം ഒറ്റപ്പേട്ട അതിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഭയങ്കര ബോറിങ്ങാണ് പനിയൊക്കെ. നമ്മളിപ്പോൾ വലുതായതിന് ശേഷമൊക്കെ ഉള്ളത് വീട്ടിൽ നിന്ന് ഭയങ്കര ബോറടിയും ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി വരും. അതാണ് ഡിപ്രഷൻ അടിക്കാൻ ബെസ്റ്റാണ് നമ്മൾ വീട്ടിൽ ഇരിക്കുന്നത്. സോ കഴിവതും എല്ലാവരും ബിസി ആവാൻ നോക്കുക. അതുപോലെ ഹെൽത്ത് നോക്കുക. അത്രയാണ്. നമ്മൾ ഹെൽത്ത് ഒക്കെ ഇല്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും നമ്മൾ സിക്കാവുമ്പോൾ എന്താണ് വീട്ടിലിരിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കയറി വരും. അയ്യോ നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്. നമ്മളായിട്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് ഇത് മരുന്നെടുക്കുക. അത്ര തന്നെ. വൈറൽ ഫീവറൊക്കെ ഉണ്ട്, സൂക്ഷിച്ച് എല്ലാവരും വീട്ടിലിരിക്കുക. അല്ലാത്തവർ അവരുടെ കാര്യത്തിലാണെങ്കിലും ബിസി ആവാൻ നോക്കുക. ബിസി ആവുന്നത് മാത്രമല്ല, ഹെൽത്ത് കാര്യം നല്ലോണം നോക്കുക. ഈ കോവിഡിനൊക്കെ ശേഷം നമ്മൾ ഹെൽത്ത് അങ്ങനെ ഞങ്ങളിത് ഉച്ചയായപ്പം കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തില്ല. എനിക്ക് കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ വെച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ട്രൈപോഡ് ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയി. അങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്, നിങ്ങൾക്കറിയാമല്ലോ, ആസ് യൂഷ്വൽ സലോബി, അവളറിയാതെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാം തൊലഞ്ഞേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ച്, അതുപോലെ 3 റീൽസും എടുത്ത് അത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഞാൻ ഷോർട്സിലും ഇടുന്നുണ്ട്. അങ്ങനെ അവൾ 3-3:30 ആയപ്പോൾ അവൾ അനിയത്തി സ്കൂളിൽ നിന്ന് വിളിക്കണം. അങ്ങനെ അവൾ അങ്ങ് പോയി ചായ ഒന്നും കുടിക്കാതെ വീണ്ടും ഞങ്ങൾ വൈകുന്നേരം ചായ ടൈമായി. അങ്ങനെ ചായ കുടിക്കാൻ എഴുന്നേറ്റ് ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്നായിട്ട് ഞാൻ പനി ഒന്ന് കഴിഞ്ഞ് കുളിക്കാൻ പോകുമായിരുന്നു. പനി ഒന്ന് കുറേ നാൾ കുളിച്ചില്ലായിരുന്നു. അങ്ങനെ കുളിച്ച് കയറി വന്നു. അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ.